ഹലോ നമസ്കാരം. ഇന്ന് ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റു. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എണീറ്റതായിരുന്നു. പിന്നെയും പോയി കിടന്നുറങ്ങിയിട്ട് ഒരു 6 മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ രാവിലെ എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് അമ്മ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തു. 5 മണിയായപ്പോൾ ഞാൻ എണീറ്റപ്പോൾ അമ്മ പറഞ്ഞു പോയി കിടന്നോ, കുറച്ച് കഴിയുമ്പോൾ എണീറ്റാൽ മതി എന്ന് പറഞ്ഞ കാരണം ഞാൻ പിന്നെയും പോയി കിടന്നുറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ അമ്മമാരല്ലേ നമ്മളോട് അങ്ങനെ പറയാനുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണീറ്റ വഴി തന്നെ ഞാൻ വിചാരിച്ച് എല്ലാ അടുക്കളപ്പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് തുടയ്ക്കാൻ വിളക്ക് വെക്കണമല്ലോ. അപ്പം ഞാൻ രാവിലെ പോയി തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കൊളുത്തി കേട്ടോ. അതിന് ശേഷം അപ്പൂസിനെയൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിപ്പിച്ച്. അപ്പോൾ അപ്പൂസിന് ഇന്ന് പരീക്ഷ തുടങ്ങുവാണ്. അപ്പം ഇന്ന് ഇംഗ്ലീഷാണ് കേട്ടോ വിഷയം. അപ്പോൾ ഇന്ന് കുറച്ച് എഴുതാനുണ്ട്. കാരണം അപ്പൂസ് കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വവ്വൽസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ക്ലിയറാക്കി വിടാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ രാവിലെ ഒന്ന് എഴുതിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അപ്പൂസ് അത് ഓക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. പിന്നെ ഞാൻ അവർക്ക് കഴിക്കാനുള്ള പുട്ട്, കടലക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് അമ്മ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചേനക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇന്ന് അത്രയും നേരത്തെ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാ പണിയും രാവിലെ തന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അവർക്ക് കഴിക്കാനുള്ള പുട്ട് കൊടുത്തു. പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ അത് പുട്ട് കൊടുത്തു. രണ്ടുപേരും പോയി കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ അപ്പൂസിനോട് ചോറ് ഇടാൻ പോവുകയാണേന്ന് പറഞ്ഞതാണേ. അപ്പോൾ അപ്പൂട്ടൻ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൂട്ടൻ ഓടി വന്ന് ഇച്ചിരി മതി എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നാണ്. സ്കൂളിൽ ചോറ് കുറച്ചേ കൊണ്ടുപോകുള്ളൂ, ഒരു ലേശം. അവിടുത്തെ ആൻറ്റി മുഴുവൻ കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെക്കുറിച്ച് പരാതിയാണ്. അതുകൊണ്ട് കുറച്ച് ചോറേ ഇടിപ്പിക്കുള്ളൂ. പിന്നെ ചേനക്കറി ആയിരുന്നു. അപ്പോൾ അത് കാരണം അത് കറിപ്പാത്രത്തിലൊന്നും വേണ്ട, അതിനകത്ത് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് തന്നെ ഇട്ടു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചോറിടാൻ വേണ്ടി പോയത്. അപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ നിവേദൂട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ട് കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ ബാക്കി വാരി കൊടുത്തു. കാരണം ഉച്ചയ്ക്കോ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ രാവിലെ എന്തെങ്കിലും ഇച്ചിരി കഴിച്ചിട്ട് പോയാൽ ഉച്ചയ്ക്ക് അങ്ങനെ ഇങ്ങനെ കഴിക്കാറില്ല. കൊടുത്ത് വിടുന്ന അത്രയാണെങ്കിലും തിരിച്ചു കൊണ്ടുവരുവാണ് പതിവ്. അപ്പോൾ അത് കാരണം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ ബുക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞ തലേദിവസം കേൾക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ പോകാൻ നേരത്താണ് എടുത്ത് വെച്ചത്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നിവേദിൻ്റെ സ്കൂളിലേക്കും പോയി. അപ്പൂവിനെ ഞാൻ അപ്പൂവിൻ്റെ സ്കൂളിലാക്കിയിട്ട് കുറച്ച് നേരം നിൽക്കേണ്ട വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിൽക്കുവാണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.